നമസ്കാരം സുഹൃത്തുക്കളെ, എം ഹബീബി യമ്മിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മസാഫിയിലുള്ള സൾഫർ സ്പ്രിംഗ് ബ്ലൂ പൂളിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മസാഫി മലനിരകളുടെ ഇടയിലൂടെയുള്ള ഈ ഡ്രൈവ് വളരെ മനോഹരമാണ്. ഇടവിട്ടുള്ള സ്പീഡ് ബ്രേക്കേഴ്സ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതാ ഇവിടെ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ വാദി മൈദാഖ് ബ്ലൂ പൂളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഓഫ് റോഡ് ആരംഭിക്കുകയായി. 4x4 വാഹനങ്ങൾ നിർബന്ധമില്ല. സെഡാൻ വാഹനങ്ങളിലാണെങ്കിൽ പോലും വളരെ സുഖമായി തന്നെ ബ്ലൂ പൂൾ വരെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. ചെറുകയറ്റവും ഇറക്കവും എല്ലാം ചേർന്ന് ഇവിടുത്തെ ഓഫ് റോഡിങ് നല്ല രസകരമാണ്. പിന്നെ ഇടയ്ക്ക് കാണുന്ന പച്ചപ്പും മലനിരകളും എല്ലാം ചേർന്ന് നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീതി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കൊച്ചു മൗണ്ടനോട് ചേർന്ന് രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഈ തടാകത്തെ സിമന്റ് കൊണ്ട് കെട്ടി വെള്ളം സംഭരിച്ചിരിക്കുകയാണ് ഇവിടെ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മസാഫിയിലുള്ള സൾഫർ സ്പ്രിംഗ് ബ്ലൂ പൂളിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പോണ്ടാണ്. അത്ര വലിയ പോണ്ടൊന്നുമല്ല, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചെറിയ പോണ്ട്. നമ്മൾ ഇവിടുത്തെ വെള്ളം കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ഉളുമ്പ് അഥവാ വഴുവഴുപ്പ് ഫീൽ ചെയ്തിരുന്നു. അത് സൾഫർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ വെള്ളം ഇറിഗേഷൻ പർപ്പസിനായി പല ഫാമുകളിലേക്കും ചെറു തോടുകൾ അഥവാ കയ്യാണി വഴി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഹൈക്കിങ്ങിന് പറ്റിയ കുറച്ച് മൗണ്ടൻസ് കൂടെയുണ്ട്. അതെല്ലാം നമ്മൾ താമസിയാതെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഹൈക്കിംഗ് താല്പര്യമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, എം ഹബീബി യമ്മിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫുജൈറയിലെ മസാഫി ഫോർട്ടിലാണ്. ഇവിടുത്തെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെറയിൽ കാണാം മസാഫി ഫോർട്ട്. അവിടുത്തെ വിശേഷങ്ങൾ തുടർന്ന് കാണുക. Habibi Yum. Subscribe to that channel and leave a comment